അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കൂട്ടർക്ക് വേണ്ടിയിട്ടാണ് ഇത് നിയമം വന്നത്. അല്ല അല്ല കാര്യം ശരിയാണ്. ഞാൻ അങ്ങനെ വെറുതെ തരേണ്ട കാര്യമില്ലല്ലോ. അത് ശരി, നിങ്ങൾ പറഞ്ഞ ശരി തന്നെയാണ്. അത് നിങ്ങൾ കസ്റ്റംകാരോട് വിളിച്ചു ചോദിക്കണം. നിങ്ങൾ ഈ ബില്ല് അങ്ങോട്ട് ഈ പൈസയും കൂടി കിട്ടും നിങ്ങൾക്ക്. അല്ല ഇന്നലെ വരെ എനിക്ക് കട്ടായിക്കൊണ്ടിരുന്ന ഞാനങ്ങനെ വെറുതെ പൈസ തരേണ്ട കാര്യമില്ല. ഞാൻ ഇപ്പൊ പേയ്മെന്റ് ചെയ്തോളാം. അതല്ല, ഞാൻ 10 ജില്ല വരെ കവർ ചെയ്തിട്ടും എന്റെ കട്ടായി പോയതാ. പൈസ 10-20 രൂപയുടെ കേസ് കിട്ടും, അതല്ല. പക്ഷെ വെറുതെ നമ്മൾ കളയേണ്ട കാര്യമില്ല. ഓക്കെ, 75 രൂപ വന്നിട്ടേ അത് നമ്മളങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ശരിയല്ലേ? അവരുടെ കട്ടായി പോകാത്ത നമ്മുടെ കുഴപ്പമാണോ? ഇപ്പൊ 75 രൂപ ആണ് കട്ടായി പോകുന്നത്. ഇപ്പം 100 സംതിങ് രൂപ ഇവിടെ എടുത്തോളൂ. 300 സംതിങ് രൂപ അല്ലാതെ അവര് എടുക്കുന്നതാ. ഇത്രയും ജില്ല കവർ ചെയ്തിട്ട് കട്ടായി പോയി. അവരുടെ കുഴപ്പം കൊണ്ട് കട്ടാകാത്ത നമ്മുടെ കുഴപ്പമൊന്നും. നമ്മുടെ അതിനകത്ത് ബാലൻസ് കിടപ്പുണ്ട്. നമ്മളങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെയുള്ള അക്രമങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചോദ്യം ചെയ്യാനോ എടുക്കാനോ ആരുമില്ല. ഞാൻ പറഞ്ഞില്ലേ, 75 രൂപ പോകുന്നിടത്ത് ഇപ്പം 93-75 പൈസ ആയി. നമ്മൾ എന്തിന് വെറുതെ 10-20 അല്ലെ 30 രൂപ നമ്മൾ എന്തിന് വെറുതെ കളയണം? അതിന്റെ ആവശ്യമില്ലല്ലോ. അവരാണ് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തേണ്ടത്. അവർക്ക് റീഡ് ആവുന്നില്ല. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവരാണത് ശ്രദ്ധിക്കേണ്ടത്. അവര് ശ്രദ്ധിക്കാതെ ഇപ്പം നമ്മളോട് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതൊക്കെ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയമം ഇതിൽ ഇടപെടണം. ഈ ടോള് വെച്ച് ഇങ്ങനെ പിരിക്കുന്നത് എത്രയോ ടോളുകള് ഇവിടെ കാലാവധി കഴിഞ്ഞതുണ്ട്. കാലാവധി കഴിഞ്ഞിട്ടും ആ ടോളുകളൊക്കെ ഇങ്ങനെ പിരിച്ചുകൊണ്ടിരിക്കുക. ഇതിനൊന്നും ചോദ്യം ചെയ്യാനോ പറയാനോ എടുക്കാനോ ഒന്നും ആരുമില്ല. അപ്പൊ ഇതൊക്കെ സത്യം പറഞ്ഞാല് ഇതിപ്പോ അവര് വളരെ മാന്യമായിട്ട് സംസാരിച്ച്, ചിലയിടത്തൊക്കെ വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ട്. അവരുടെ സംസാരം കേട്ടിട്ട് കണ്ണൂരുകാരാന്ന് തോന്നുന്നു, നല്ല ആൾക്കാരാ. വളരെ മാന്യമായിട്ട് സംസാരിച്ച്. ഈ ചിലയിടത്ത് ഹിന്ദിക്കാരൊക്കെ ഉണ്ട്, വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഇതിനൊക്കെ കറക്റ്റായ ഒരു സൊല്യൂഷൻ ഉണ്ടാവണം എന്ന് മാത്രമേ പറയാനുള്ളൂ.